ഹായ് എവരിബഡി. ഇന്ന് നമ്മൾ ഓഹരിവിപണിയെ പറ്റിയാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ വിഷയത്തെ പറ്റി സംസാരിക്കാനായി നമ്മോടൊപ്പം ഉള്ളത് മിസ്റ്റർ ഷമീമാണ്. വെൽക്കം ഷമീം. താങ്ക് യു. ഏകദേശം 10 വർഷത്തോളം ഓഹരി വിപണിയിൽ എക്സ്പീരിയൻസ് ഉള്ള അദ്ദേഹം പുതുതായി എഴുതിയ ബുക്കാണ് സ്റ്റോക്ക് മാർക്കറ്റ് ബിഗിനേഴ്സ് ഗൈഡ് ടു ഫിനാൻഷ്യൽ ഫ്രീഡം. ഇത് ഇന്ത്യൻ കോണ്ടസ്റ്റിൽ എഴുതപ്പെട്ടിട്ടുള്ള ചുരുക്കം ചില ബുക്കുകളിൽ ഒന്നാണ്. അദ്ദേഹം എഴുതിയ ഈ ബുക്കിനെ പറ്റി കൂടുതൽ വിവരങ്ങൾ അദ്ദേഹത്തോട് നമുക്ക് ചോദിച്ചറിയാം. എന്തൊക്കെയാണ് താങ്കൾ പുതുതായി എഴുതിയ ഈ ബുക്കിന്റെ പ്രത്യേകതകൾ? സ്റ്റോക്ക് മാർക്കറ്റ്സ് ബിഗിനേഴ്സ് ഗൈഡ് ടു ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന ഈ ബുക്ക് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ നവാസ് പറഞ്ഞ പോലെ തന്നെ എഴുതപ്പെടുന്ന വളരെ ചുരുക്കം ബുക്കുകളിൽ ഒന്നാണ്. പിന്നെ യെസ് ബാങ്ക് പോലെയുള്ള ലേറ്റസ്റ്റ് യെസ് ബാങ്കിന്റെ ക്രൈസിസ് വരെ നമ്മൾ ടെക്നിക്കലായിട്ട് ഈ ബുക്കിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ടെക്നിക്കൽ അനാലിസിസിനെ പറ്റി എഴുതപ്പെടുന്ന ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ എഴുതപ്പെടുന്ന ബുക്കുകൾ വളരെ ചുരുക്കം മാത്രമേ ഉള്ളൂ. നിരവധി ബുക്കുകളൊന്നും എഴുതപ്പെട്ടിട്ടില്ല. പിന്നെ ഈ ബുക്കിന്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബുക്ക് മലയാളത്തിലും എഴുതപ്പെടുന്നുണ്ട്. എനിക്കറിയില്ല ഏതെങ്കിലും പ്രാദേശിക ഭാഷയിൽ ടെക്നിക്കൽ അനാലിസിസിനെ പറ്റി ഇങ്ങനെ ബുക്ക് എഴുതപ്പെട്ടിട്ടുണ്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രാദേശിക ഭാഷയിലുള്ള ഇംഗ്ലീഷ് വശമില്ലാത്ത ആളുകൾക്ക് ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്ന ഒരു പഠന മേഖല ശരിക്കും നിഷേധിക്കപ്പെട്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഈ ബുക്ക് വരുന്നതിലൂടെ അവർക്ക് സ്വന്തം ലാംഗ്വേജിൽ തന്നെ ഇംഗ്ലീഷ് ഭാഷ വശമില്ലെങ്കിൽ തന്നെ സ്വന്തം ലാംഗ്വേജിൽ തന്നെ ഇത് വായിക്കുകയും പഠിച്ച് മനസ്സിലാക്കാനും ശ്രമിക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ മറ്റു ബുക്കുകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായ രീതിയിലാണ് ഈ ബുക്ക് വരാൻ പോകുന്നത്. പിന്നീട് മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബുക്ക് കൂടുതൽ പ്രാധാന്യം ഡൗ തിയറി എന്ന് പറയുന്ന ബേസിക് ടെക്നിക്കൽ അനാലിസിസ് തിയറിക്ക് കൊടുക്കുന്നുണ്ട്. ആ ഡൗ തിയറിയുടെ ഇമ്പോർട്ടൻസ് നമ്മൾ ഒത്തിരി പ്രൊജക്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. അതിന്റെ പ്രമാണങ്ങളെല്ലാം, അതായത് അതിന്റെ കോവനൻസ് അല്ലെങ്കിൽ പ്രമാണങ്ങൾ നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന ബേസിക് മുതൽ തന്നെ നമ്മൾ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്ന ഒരു ബുക്കാണ്. നമ്മൾ ഈ ബുക്ക് ജസ്റ്റ് ബുക്കായിട്ട് മാത്രമല്ല കൊടുക്കുന്നത്, അതിന്റെ കൂടെ തന്നെ 15 hours 15 days ആയിട്ട് 15 hours ഈ ബുക്ക് നമ്മൾ എല്ലാ റീഡേഴ്സിനും അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈവൻ ഇഫ് യു ആർ ബൈയിങ് ഇറ്റ് ഇൻ ഇംഗ്ലീഷ് വാങ്ങിയാൽ പോലും നമ്മളത് ഇംഗ്ലീഷ് വേർഷൻ വാങ്ങിയാൽ തന്നെ നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാമാണ് ഈ ബുക്കിന്റെ പ്രത്യേകതകളായിട്ട് എനിക്ക് പറയാൻ പറ്റുന്നത്. ഓക്കെ ഷമീം, എന്താണ് ഓഹരി വിപണിയോട് ഉദ്ദേശിക്കുന്നത്? ഓഹരി വിപണിയെ മനസ്സിലാക്കണമെങ്കിൽ ആദ്യം ഓഹരി എന്ന് പറയുന്നത്, ഷെയർ എന്ന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കേണ്ടത്. എന്താണ് ഈ ഷെയർ അല്ലെങ്കിൽ ഓഹരി കൊണ്ടുള്ള ഉദ്ദേശം? നമുക്ക് ഒരാൾക്കൊരു സപ്പോസ് ഒരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നിരിക്കട്ടെ, അയാൾക്ക് അതിനുവേണ്ടി 5 ലക്ഷം രൂപയോ ഉണ്ട്. പക്ഷെ അയാളുടെ കയ്യിൽ ആകെ 1 ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ. ഈ 4 ലക്ഷം രൂപ എവിടെ നിന്ന് കണ്ടെത്താം? അയാൾക്ക് ഒരു ലോൺ എടുക്കാം. പക്ഷെ ലോൺ എടുക്കുമ്പോൾ മന്ത്ലി കറക്റ്റ് ആയിട്ട് അയാളുടെ ഇൻട്രസ്റ്റ് EMI അടയ്ക്കണം. ഒരു പുതിയ സംരംഭകന് അതൊരു വലിയ ബേർഡൻ ആയിരിക്കും. അപ്പോൾ അദ്ദേഹത്തിന് ആ ഒരു ലോൺ എടുക്കാനായിട്ട് സാധിക്കില്ല. അപ്പോഴാണ് ഈ ഓഹരി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് അദ്ദേഹം പോകുന്നത്. അപ്പോൾ എന്താ ചെയ്യുന്നത്? പബ്ലിക്കിന്റെ അടുത്ത് നിന്ന് നമ്മൾ ഓണർഷിപ്പ് തന്നെ അവർക്ക് വിതരണം ചെയ്യുകയാണ്. ഈ ഓണർഷിപ്പ് വിതരണം ചെയ്യുന്നതിലൂടെ അവർക്ക് ഡിവിഡൻഡ് അല്ലെങ്കിൽ ലാഭവിഹിതം പബ്ലിക്കിന് കൊടുക്കും. ഇതാണ് IPO മാർക്കറ്റ് എന്ന് പറയുന്ന മാർക്കറ്റ് എന്ന് ആ കൺസെപ്റ്റിലേക്ക് പോകുന്നത്. പ്രൈമറി മാർക്കറ്റ് അല്ലെങ്കിൽ IPO മാർക്കറ്റ്, ഇനിഷ്യൽ പബ്ലിക് ഓഫറിംഗ് എന്ന് പറയുന്ന രീതിയിലേക്ക് പോകുന്നു. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ കമ്പനികളുടെ അവരുടെ പുതിയ ഷെയറുകൾ പബ്ലിക്കിന് കൊടുക്കുകയും ആ പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് നമ്മൾ പണം സ്വരൂപിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ പണം സ്വരൂപിച്ച് അദ്ദേഹത്തിന്റെ ക്യാപിറ്റലിലേക്ക്, മൂലധനത്തിലേക്ക് നിക്ഷേപിച്ച് അത് ഉപയോഗിച്ച് ബിസിനസ് നടത്തും. അതിന്റെ ലാഭം ഈ പബ്ലിക്കിനെല്ലാം ഡിവൈഡ് ചെയ്ത് കൊടുക്കും. ഇതാണ് ഓഹരി എന്നുള്ള ഒരു കോൺസെപ്റ്റ്. ഇനി ഈ ഓഹരി, ഇപ്പോ ഞാൻ നവാസിന് ഒരു ഓഹരി തന്നിരിക്കട്ടെ, ഞാൻ എന്റെ കമ്പനിക്ക് ഒരു ഓഹരി നവാസിന്റെ കയ്യിലുണ്ട്. പക്ഷെ നവാസിന്റെ കയ്യിൽ ആ ഓഹരി വെച്ചുകൊണ്ടിരുന്നിട്ട് നവാസിന് ഒരു ഉപയോഗമില്ല. അതിനൊരു ലിക്വിഡിറ്റി എന്നൊരു ആസ്പെക്ട് ഉണ്ടാവണം. കാരണം അത് വിറ്റ് അതിനെ ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യുവാനായിട്ട് നവാസിന് അല്ലെങ്കിൽ അതേപോലെ ഓരോ നിക്ഷേപകനും സാധിക്കണം. അതിനാണ് സെക്കൻഡറി മാർക്കറ്റ് അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്ന ഈ ഒരു സെറ്റപ്പ് വരുന്നത്. ഇവിടെ ബയേഴ്സും സെല്ലേഴ്സും, അതായത് വാങ്ങുന്നവരും ഇതിന് ആവശ്യക്കാരും, വാങ്ങുന്നവരിന് ആവശ്യക്കാരാണ്, അല്ല വിൽക്കുന്നവര് ഓൾറെഡി ഓഹരി ഇരിക്കുന്നവർ, ഇവർ രണ്ടുപേരുടെ കണ്ടുമുട്ടുന്ന സ്ഥലമാണ് ഈ സ്റ്റോക്ക് മാർക്കറ്റ്, അത് ഓഹരി വിപണി എന്ന് പറയുന്നത്. ഇവിടെ എനിക്കിപ്പോ ക്യാഷ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഈ ഓഹരി വിൽക്കാം, അത് റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങുന്നതിന് വേണ്ടി ആളുണ്ട്. ഇതാണ് സെക്കൻഡറി മാർക്കറ്റ്. ഈ പ്രൈമറി മാർക്കറ്റും സെക്കൻഡറി മാർക്കറ്റും കൂടെ ചേരുമ്പോഴാണ് മൊത്തത്തിൽ ഓഹരി വിപണി എന്നുള്ള കോൺസെപ്റ്റ് പൂർണ്ണമാകുന്നത്. പ്രൈമറി മാർക്കറ്റ് പണം റേസ് ചെയ്യാനുള്ള, ക്യാപിറ്റൽ റേസ് ചെയ്യാനുള്ള ഒരു സോഴ്സ് ആണ്. എന്നാൽ സെക്കൻഡറി മാർക്കറ്റ് നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ ഷെയറിനെ ക്യാഷ് ആക്കി മാറ്റാനുള്ളത്. അതുപോലെ തന്നെ ആവശ്യക്കാരന് ഇനി കൂടുതൽ ഷെയർ മേടിക്കണമെങ്കിൽ
മേടിക്കാനുള്ള ഒരു സോഴ്സാണ്. ഇതാണ് രണ്ട് മാർക്കറ്റുകളും തമ്മിലുള്ള വ്യത്യാസം. എന്നാൽ ഇത് രണ്ടും കൂടി ചേരുമ്പോൾ മാത്രമേ ഷെയർ മാർക്കറ്റ് ഓഹരി വിപണി എന്ന കോൺസെപ്റ്റ് പൂർണ്ണമാകുകയുള്ളൂ. എന്തൊക്കെ നിക്ഷേപ സാധ്യതകളാണ് ഫിനാൻഷ്യൽ മാർക്കറ്റിൽ ഉള്ളത്? ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓഹരി വിപണി മാത്രമല്ല. എല്ലാവർക്കും ഒരു മിസ്കൺസെപ്റ്റ് ഉണ്ട്, അതായത് ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് എന്ന് പറയുന്നത് ഓഹരി വിപണി മാത്രമാണ്. ഓഹരി വിപണി മാത്രമല്ല ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ഉള്ളത്. ഫിനാൻഷ്യൽ മാർക്കറ്റ്സിൽ നിങ്ങൾക്ക് ഓഹരികളിൽ നിക്ഷേപിക്കാം, കറൻസികളിൽ നിക്ഷേപിക്കാം, കമ്മോഡിറ്റികളിൽ നിക്ഷേപിക്കാം, ഗോൾഡ് സിൽവർ പോലുള്ള കമ്മോഡിറ്റികളിൽ നിക്ഷേപിക്കാം, റിയൽ എസ്റ്റേറ്റിൽ നിക്ഷേപിക്കാം, അതുകൂടാതെ ഡിബഞ്ചേഴ്സ് എന്നൊരു സെഗ്മെന്റ് ഉണ്ട്, അവിടെ നിക്ഷേപിക്കാം, ഗവൺമെന്റിന്റെ ബോണ്ടുകളുണ്ട്, അവിടെ നിക്ഷേപിക്കാം, അതുകൂടാതെ വളരെ അധികം ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്ന ഒരു സെഗ്മെന്റ് ഉണ്ട്, ഓപ്ഷൻസ്, ഫ്യൂച്ചേഴ്സ്, അതിൽ നിക്ഷേപിക്കാം. അങ്ങനെ പല വിധത്തിലുള്ള പല തരത്തിലുള്ള നിരവധി നിക്ഷേപ സാധ്യതകളാണ് ഫിനാൻഷ്യൽ മാർക്കറ്റ്സിലുള്ളത്. ഫിനാൻഷ്യൽ മാർക്കറ്റ്സിലുള്ള ഈ നിക്ഷേപ സാധ്യതകളെ എല്ലാം നമ്മൾ ഈ ബുക്കിലൂടെ പരിചയപ്പെടുത്തുന്നുണ്ട്. വിപണിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് ആണ് ഉള്ളത്? വിപണിയുമായി, അതായത് ഫിനാൻഷ്യൽ മാർക്കറ്റ്സുമായി ബന്ധപ്പെട്ട് നിരവധി കരിയർ ഓപ്പർച്യൂണിറ്റീസ് ആണ് ശരിക്കും ഉള്ളത്. പക്ഷെ നമ്മുടെ സ്റ്റുഡൻസ് ഒന്നും അതിനെപ്പറ്റി ഒത്തിരി അവെയർ അല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ് എന്ന് പറയുന്ന സെഗ്മെന്റ് ആണ് ഏറ്റവും കൂടുതൽ സാലറി ലോകത്ത് കൊടുക്കുന്ന സെഗ്മെന്റുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെഗ്മെന്റ് ആണ് ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിങ്. ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് എന്താണ്? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് റിലേറ്റഡ് ടു ഫിനാൻഷ്യൽ മാർക്കറ്റ്സ്. അതേപോലെ നിരവധി, അതുപോലെ തന്നെ സ്റ്റുഡൻസിനാണെങ്കിൽ റിസർച്ച് അനലിസ്റ്റ് ആയിട്ട് പോകാം, സ്റ്റോക്ക് മാർക്കറ്റ് അനലിസ്റ്റ് ആയിട്ട് പോകാം, ബ്രോക്കേഴ്സ് എന്ന് പറയുന്ന ഒരു സെഗ്മെന്റ് ഉണ്ട്, അതുകൂടാതെ ഫണ്ട് മാനേജേഴ്സ് എന്ന് പറയുന്ന സെഗ്മെന്റ് ഉണ്ട്, ഹെഡ്ജ് ഫണ്ട് മാനേജേഴ്സ് എന്ന് പറയുന്ന സെഗ്മെന്റ് ഉണ്ട്. ഇവരൊക്കെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് which is the best stock or which is the best commodity to invest. ക്ലയൻസിന്റെ ഫണ്ട് കറക്റ്റ് ആയിട്ട് പാർക്ക് ചെയ്യുന്നതിന് വേണ്ടി, അവർക്ക് നല്ല റിട്ടേൺസ് കൊടുക്കുന്നതിന് വേണ്ടി ഏത് സ്റ്റോക്ക് എടുക്കണം, അല്ലെങ്കിൽ ഏത് കമ്മോഡിറ്റി എടുക്കണം, അല്ലെങ്കിൽ ഏത് അസറ്റ് ക്ലാസ് എടുക്കണം എന്ന് കണ്ടുപിടിക്കലാണ് ആ സ്റ്റുഡന്റിന്റെ ഒരു ഉത്തരവാദിത്വം. നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഒരു ട്രെൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജെംസ് അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ് അവർ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ആ ഒരു സെഗ്മെന്റിലേക്ക് തന്നെ ഒതുങ്ങി പോകണം. ബികോമിന് പോകുന്ന സ്റ്റുഡൻസ് അല്ലെങ്കിൽ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിൽ പോകുന്ന സ്റ്റുഡൻസ് CA എന്ന് പറയുന്ന ഒരു സെഗ്മെന്റിലേക്ക് ഒതുങ്ങി പോകുന്നു. എന്നാൽ ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ഇത്രയും ഓപ്പർച്യൂണിറ്റി ഉള്ളതുകൊണ്ട്, ഇത്രയും ജോബ് ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു വാസ്റ്റ് ഫീൽഡാണ്. ഒരു കാര്യം അറിയുമോ, കൊറോണ വൈറസ് പോലും ഫിനാൻഷ്യൽ മാർക്കറ്റ്സിനെ ഒത്തിരി അഫക്ട് ചെയ്തിട്ടില്ല, ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ അഫക്ട് ചെയ്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊറോണ വൈറസിന്റെ സെൽ ഓഫിന്റെ സമയത്ത് ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ആക്റ്റീവ് ആണ്, സെബി ആക്റ്റീവ് ആണ്, ബ്രോക്കേഴ്സ് ആക്റ്റീവ് ആണ്. ഒരു ദിവസം പോലും കൊറോണ വൈറസ് കാരണമായിട്ട് NSE BSE ക്ലോസ് ചെയ്തിട്ടില്ല. അപ്പോ ഇതെല്ലാം ആക്റ്റീവായിട്ട് നിൽക്കുന്ന ദിവസവും ദിനംപ്രതി ഓപ്പർച്യൂണിറ്റീസ് കൂടി വരുന്ന സെഗ്മെന്റ്സ് ആണ്. എന്നാൽ നമ്മുടെ സ്റ്റുഡൻസ്, നമ്മുടെ കുട്ടികൾക്ക് ഈ ഓപ്പർച്യൂണിറ്റീസ് ഒന്നും എക്സ്പോസ്ഡ് അല്ല. ഹൈലി പെയ്ഡ് ആയിട്ടുള്ള നല്ല ജോബ്സ് സ്റ്റുഡൻസിന് കിട്ടുന്നതാണ്. എന്നാൽ നമ്മൾ അവരെ ആ ഒരു രീതിയിൽ മോട്ടിവേഷൻ വരേണ്ടതായിട്ടുണ്ട്. വാരൻ ബഫറ്റ്, ഇത് പറയുമ്പോൾ വാരൻ ബഫറ്റിന്റെ ഒരു കാര്യം കൂടെ പറയും. വാരൻ ബഫറ്റ് അദ്ദേഹം 7 വയസ്സുള്ളപ്പോൾ തന്നെ അതിന്റെ ഫസ്റ്റ് സ്റ്റോക്ക് വാങ്ങിയിരുന്നു. നമ്മൾ ഫിനാൻഷ്യൽ മാർക്കറ്റ്സിനെ സ്റ്റുഡൻസിന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നത് അവർ MBA പഠിക്കുന്ന ആ ഒരു സമയത്താണ്. അത് ഇറ്റ് ഈസ് ടു ലേറ്റ് ടു അണ്ടർസ്റ്റാൻഡ് ഫിനാൻഷ്യൽ മാർക്കറ്റ്സ്. ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ബേസിക് നീഡാണ്, അത് എല്ലാവരും പഠിച്ചിരിക്കേണ്ട കാര്യമാണ്. എന്റെ കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് പോകുന്നതോറും നമ്മൾ അവരുടെ ബേസിക് കരിക്കുലത്തിൽ തന്നെ ഫിനാൻഷ്യൽ മാർക്കറ്റ്സിനെ പറ്റിയും സ്റ്റോക്ക് മാർക്കറ്റ്സിനെ പറ്റിയും സേവിങ്സ് എവിടെയൊക്കെ ആക്കി വെക്കാം എന്നുള്ള കോൺസെപ്റ്റിനെ പറ്റി അവരുടെ കരിക്കുലത്തിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യുന്നതായിട്ടുണ്ട്. ഇതാണ് എന്റെ ഒരു കോൺസെപ്റ്റ്. ഇത് മെയിൻ ആയിട്ട് നമ്മുടെ ഇപ്പം ഈ മ്യൂച്വൽ ഫണ്ട്സ് ഒക്കെ ഇല്ലേ, അപ്പൊ അവിടെ ഇവർക്ക് സാധ്യതകളുണ്ടോ? മ്യൂച്വൽ ഫണ്ട്സിൽ ശരിക്കും മ്യൂച്വൽ ഫണ്ട്സിന്റെ പ്രധാനപ്പെട്ട ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ക്ലയൻസ് HNI ക്ലയൻസ് അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ക്ലയൻസ് SIP പോലെയുള്ള ഫണ്ടുകൾ അല്ലെങ്കിൽ ലംസം ഫണ്ടുകൾ വരുന്നത്, ഏത് ഫണ്ട് എവിടെ ഏറ്റവും കൂടുതൽ റിട്ടേൺസ് കൊടുക്കുന്ന സ്റ്റോക്കിൽ അല്ലെങ്കിൽ അസറ്റ് ക്ലാസ്സിലേക്ക് നിക്ഷേപിക്കുക എന്നുള്ളതാണ് മ്യൂച്വൽ ഫണ്ടുകൾ ചെയ്യേണ്ടത്. അപ്പോൾ ഈ അസറ്റ് ക്ലാസ്സിൽ നിക്ഷേപിക്കുന്നതാണ് മ്യൂച്വൽ ഫണ്ടിലെ ഫണ്ട് മാനേജേഴ്സ് ആണ്. അപ്പോൾ ആ ഒരു സെഗ്മെന്റിൽ ഇവർക്ക് വളരെയധികം ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു ഏരിയയാണ്. പക്ഷേ ഇത് അൺഎക്സ്പ്ലോർഡ് ആണ്. കേരള എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ 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 അൺഎക്സ്പ്ലോർഡ് ആണ്. എഡ്യൂക്കേഷൻ സെഗ്മെന്റിൽ വളരെ ഈ എഡ്യൂക്കേഷൻ സെഗ്മെന്റിൽ കേരള വളരെ വളരെ പിന്തുണയ്ക്കുന്നത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നോർത്തിലെ ആളുകളാണ് പലപ്പോഴും ഈ കമ്പനികളുടെ ഒക്കെ ഹെഡായിട്ടൊക്കെ വരാറുള്ളത്. നിങ്ങൾ ഏത് ബ്രോക്കിംഗ് കമ്പനി എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാലും ശരി, അതേപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട് മാനേജേഴ്സിന്റെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാലും ശരി, കേരളൈറ്റ്സ് വളരെ കുറവാണ്. ഈ ഇടയായിട്ട് പിന്നെ കുറേശ്ശെ ആളുകൾ ആയി വരുന്നുണ്ട്. പക്ഷെ കേരളൈറ്റ്സിന് ഈ ഒരു മേഖലയിലുള്ള എഡ്യൂക്കേഷൻ വളരെ കുറവാണ്.
നമ്മുടെ ഈ ഇൻഷുറൻസ് കമ്പനിയിലെ ഈ ഫണ്ട് യൂണിറ്റ് ഫണ്ടുകളൊക്കെ ഉണ്ട്, യൂണിറ്റ് ലിങ്ക്ഡ് പോളിസീസ് ഒക്കെ, അവരുടെയൊക്കെ ഈ ഫണ്ടുകളും ഈ പിന്നെ ഇങ്ങനെ സെഗ്മെന്റ് ആയിട്ട് അതിന് ഒരു പോർട്ട്ഫോളിയോ ലെവലിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള ഫണ്ട് മാനേജേഴ്സ് ആണ് ഉറപ്പായിട്ടും. ആ മേഖല നിരവധി ജോലി സാധ്യതകളുള്ള ഒരു മേഖലയാണ്. ഇൻഷുറൻസ് കമ്പനികളിലും ശരിക്കും പറഞ്ഞ യൂണിറ്റ് പോളിസിയിൽ വരുന്നതും ഇതേ ജോലി തന്നെ അവർ ചെയ്യുന്നത്. അവരുടെ യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പോളിസി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇടുന്ന പണത്തിന്റെ റിട്ടേൺസ് നിങ്ങൾക്ക് കിട്ടുന്നത് എവിടെയാണോ വിഷയം അത് സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ്, അല്ലെങ്കിൽ ബോണ്ട് മാർക്കറ്റുമായിട്ട് റിലേറ്റഡ് ആണ്. ആ ഫണ്ട് നന്നായിട്ട് പെർഫോം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ റിട്ടേൺ കൂടുതലായിരിക്കും. ഇപ്പം പുതുതായിട്ട് നമ്മുടെ ഈ പെൻഷൻ സ്കീം വന്നിട്ടുണ്ട് ഗവൺമെന്റ്, അവരിപ്പം ഇത് എക്സാക്ട്ലി അത് NPS നാഷണൽ പെൻഷൻ സ്കീം എന്ന് പറയുന്ന ആ പെൻഷൻ സ്കീം കോടിക്കണക്കിന് ഫണ്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷെയർ മാർക്കറ്റിലേക്ക് അല്ലെങ്കിൽ ബോണ്ട് മാർക്കറ്റിലേക്ക്. NPS ഷെയർ മാർക്കറ്റ് മാത്രമല്ല, ഗവൺമെന്റ് ബോണ്ട്, കോർപ്പറേറ്റ് ബോണ്ട്, അതുപോലെ തന്നെ ഷെയർ മാർക്കറ്റ്, ഇത് മൂന്നിലേക്കുമാണ് നമ്മൾ ഫണ്ട് അലോക്കേറ്റ് ചെയ്യുന്നത്. പക്ഷെ ഫണ്ട് അലോക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഫണ്ട് മാനേജേഴ്സ് ഉണ്ട്, അവരുടെ നിശ്ചിത തുക അവരുടെ അലോക്കേഷൻ ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നുണ്ട്. അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ് വിച്ച് ഇസ് ദ ബെസ്റ്റ് സെഗ്മെന്റ്, വിച്ച് ഇസ് ദ ബെസ്റ്റ് സെക്ടർ, വിച്ച് ഇസ് ദ ബെസ്റ്റ് സ്റ്റോക്ക് എന്ന് കണ്ടുപിടിച്ചിട്ട് അലോക്കേറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ വിച്ച് ഡിബഞ്ചർ ഗിവ്സ് ദ മാക്സിമം റിട്ടേൺ, വിച്ച് ഇസ് ഡിബഞ്ചർ ഇസ് ദ ബെസ്റ്റ്, വിച്ച് ഡിബഞ്ചർ ഇസ് ദ സേഫസ്റ്റ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അവരുടെ ഉത്തരവാദിത്തമാണ്. വാസ്റ്റ് ഓപ്പർച്യൂണിറ്റി ഉള്ള കോടിക്കണക്കിന് രൂപ വന്നു മറിയുന്ന ഒരു സെഗ്മെന്റ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് എന്ന് പറയുന്ന സെഗ്മെന്റ്. എന്നാൽ ആ സെഗ്മെന്റിൽ പഠിക്കുന്നത് കൊണ്ട് വളരെയധികം ജോബ് ഓപ്പർച്യൂണിറ്റീസും ഉണ്ട്. പക്ഷെ സ്റ്റുഡൻസ് അത് ഇതുവരെയായിട്ട് മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് കേരള കോണ്ടെക്സ്റ്റ് അറ്റ്ലീസ്റ്റ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോഴത്തെ ഇൻട്രസ്റ്റ് റേറ്റ് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, ആ ഒരു കാര്യം വെച്ച് നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ സാധ്യത ഈ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ആകാം. അത് നല്ലൊരു പോയിന്റ് ആണ്. എന്താണ് സാധ്യത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോ ബാങ്ക് ഇൻട്രസ്റ്റ് റേറ്റ് ഇതിനു മുമ്പ് 8%, ഒരു ഡെപ്പോസിറ്ററിന് 8% കിട്ടുന്നുണ്ടായിരുന്നു. അതിനുശേഷം 6% പോലും കിട്ടുന്നില്ല. അപ്പോ ഇൻവെസ്റ്റേഴ്സ് ഓരോ ഡിപ്പോസിറ്ററും ഇപ്പൊ ആലോചിക്കണം, വേർ ക്യാൻ ഐ ഗെറ്റ് മൈ ഈൽഡ് എന്നാണ് അവരുടെ ചോദ്യം. അതായത് എനിക്ക് റിട്ടേൺസ് ഇനി എവിടെ നിന്ന് കിട്ടാം, എന്റെ ഇപ്പൊ സെർച്ചിങ് ഫോർ ഈൽഡ് എന്നുള്ളതാണ് ഇപ്പൊ ഏറ്റവും വലിയ ഇഷ്യൂ. അപ്പോൾ ഇനിയുള്ള ബെസ്റ്റ് മേഖല എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്ക്സ് തന്നെ. റീസെന്റ് PMC ബാങ്ക് എന്ന ബാങ്ക് കൊളാപ്സ് ആയി. ഈ ഇടയ്ക്ക് പോപ്പുലർ ഫിനാൻസ് പറയുന്ന ഇൻട്രസ്റ്റ് കൂടുതലായിട്ട് കൊടുക്കുന്ന എന്ന ഒരു NBFC ആയിരുന്നു, അവർ കൊളാപ്സ് ആയി. അപ്പോൾ ആളുകൾക്ക് ഇപ്പോൾ ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും സേഫ് ആയിട്ട് തോന്നുന്നത് ഒരു പക്ഷേ ഇനി സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. പക്ഷേ എന്താണ് അവർക്ക് വേണ്ടത്? ബേസിക്കലി അവർക്ക് വേണ്ടത് സ്റ്റോക്ക് എങ്ങനെ സെലക്ട് ചെയ്യാന്നുള്ള ബേസിക് നോളജ് ആണ്. ആ അവയർനെസ്, ആ നോളജ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അത് ഉണ്ടാക്കേണ്ടത് ഓരോ ഇൻവെസ്റ്ററുടെ ഉത്തരവാദിത്വമാണ്. നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്ന ആ നോളജ് ഓരോ ഇൻഡിവിജ്വലും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഗ്രൂപ്പിന്റെയും അതേപോലെ തന്നെ നമ്മുടെ ബുക്കുകളുടെ എല്ലാം ഉദ്ദേശം. ഫിനാൻഷ്യൽ മാർക്കറ്റിലേക്ക് സ്റ്റുഡൻസിനെ ഗൈഡ് ചെയ്യാൻ ഈ ബുക്ക് എത്രമാത്രം ഗുണകരമാണ്? ഈ ബുക്കിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ എഴുതപ്പെട്ടതാണെന്ന് പറഞ്ഞു. ലേറ്റസ്റ്റ് എക്സാമ്പിൾസ് വരെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ സ്റ്റുഡൻസിന് എപ്പോഴും പ്രാക്ടിക്കലായിട്ട് വെരിഫൈ ചെയ്യാവുന്ന എക്സാമ്പിൾസ് ആണ്. നമ്മൾ ഈ ഒരു മേഖലയുടെ ടെക്നിക്കൽ അനാലിസിസ് എന്ന ഒരു മേഖലയുടെ ഏറ്റവും വലിയൊരു ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എഴുതപ്പെട്ടുള്ള ബുക്കുകളെല്ലാം ഫോറിൻ കോണ്ടെക്സ്റ്റിലായിരുന്നു. ഒരു ആമസോൺ അല്ലെങ്കിൽ ആപ്പിൾ ഒരു സ്റ്റോക്കിന്റെ പ്രത്യേകതകൾ പറയുമ്പോൾ സ്റ്റുഡൻസിന് റിലേറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും. എന്നാൽ അതേസമയം നമ്മുടെ യെസ് ബാങ്കിന്റെ ക്രൈസിസിന്റെ കാര്യം നമ്മളെല്ലാവരും പത്രത്തിൽ വായിച്ചത്. ആ ഒരു സ്റ്റോക്ക് അവർക്ക് അറിയാം, അവർക്ക് ആ സ്റ്റോക്കിനെ കുറിച്ച് അറിയാവുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് പ്രാക്ടിക്കലായിട്ട് അവർക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇത് മാത്രമല്ല, ആ ബുക്ക് മാത്രമല്ല നമ്മൾ കൊടുക്കുന്നത്. വി ആർ ഗിവിംഗ് 15 hours ഓഫ് ഫ്രീ കോച്ചിങ് അത് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കൊടുക്കുന്നതിലൂടെ സ്റ്റുഡൻസിന് ഓൾമോസ്റ്റ് ആക്ച്വലി മാർക്കറ്റിനെ പറ്റി ഒരു അവബോധം, പ്രാക്ടിക്കലായിട്ടുള്ള അവബോധം കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ തന്നെ 100 സ്റ്റുഡൻസ് ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അതിൽ അവർക്ക് മനസ്സിലാവും. ചിലപ്പോൾ 50 സ്റ്റുഡൻസ് അല്ലെങ്കിൽ 20 സ്റ്റുഡൻസ് എങ്കിലും ഓക്കെ ഇത് എന്റെ മേഖലയാണ്, എനിക്ക് ഇഷ്ടമുണ്ട് ഈ മേഖലയിൽ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അന്ന് മുതൽ തന്നെ വർക്ക് ചെയ്യാൻ ആരംഭിച്ചാൽ തന്നെയും അവന് 1 to 2 years ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിനെ കുറിച്ച് നല്ലപോലെ പഠിക്കാനും അതുപോലെ തന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് ചിലപ്പോൾ അവൻ അവന്റെ കരിയറായിട്ട് തന്നെ ഫിനാൻഷ്യൽ മാർക്കറ്റ്സിനെ എടുക്കാനും ഒരു പക്ഷേ നാളത്തെ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കേഴ്സ് ഒക്കെ അവനായിക്കൂടാനില്ല. അപ്പോൾ അങ്ങനെ ഒരു രീതിയിൽ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു പ്ലാനാണ്, ലോങ് ടേം പ്ലാനാണ് നമുക്കുള്ളത്. ആ പ്ലാൻ അനുസരിച്ചിട്ടാണ് പോകുന്നതെങ്കിൽ സ്റ്റുഡൻസിന് വളരെ ഉപയോഗകരമാകുന്ന ബുക്കുകളായിരിക്കും ഇത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ ബുക്ക് മലയാളത്തിൽ എഴുതപ്പെടുന്നതിലൂടെ
ഇംഗ്ലീഷ് ശരിക്കും വായിക്കാൻ അറിയാത്ത കുട്ടികൾക്ക് അല്ലെങ്കിൽ മനസ്സിലാക്കാൻ അറിയാത്ത കുട്ടികൾക്ക് വരെ പ്രയോജനപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ ബുക്ക് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ടെക്നിക്കൽ വേർഡ്സ് പലർക്കും മനസ്സിലായിട്ടുണ്ടായിട്ടില്ല. ഇപ്പൊ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തപ്പോഴും പല ടെക്നിക്കൽ വേർഡ്സുകൾക്കും മലയാളമില്ല. ഇപ്പോൾ സ്വിംഗ് ഹൈ അല്ലെങ്കിൽ സ്വിംഗ് ലോ അല്ലെങ്കിൽ ഇന്റർ മാർക്കറ്റ് ഡൈവേർജൻസ്, ഈ വാക്കുകൾക്കൊക്കെ പലപ്പോഴും മലയാളം കണ്ടെത്താൻ ഞാൻ ഫോഴ്സ് ചെയ്യപ്പെടുകയായിരുന്നു. അപ്പോൾ വളരെ ബുദ്ധിമുട്ടിയാണ് മലയാളം കണ്ടെത്തിയത്. പക്ഷേ അത് വിവർത്തനം ചെയ്തു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു വലിയ കമ്മ്യൂണിറ്റിക്ക്, ഒരു വലിയ ഇംഗ്ലീഷ് വായിച്ച് മനസ്സിലാക്കാൻ കഴിയാത്ത നിരവധി ആളുകളുണ്ട് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത്, പ്രത്യേകിച്ച് കേരളത്തിൽ. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഈ ബുക്ക് കൊണ്ട് വളരെ ഫലപ്രദമായിരിക്കും. അതനുസരിച്ചിട്ട് അവരുടെ കരിയർ ഇത് വേണോ എന്ന് ഡിസൈഡ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഈ ബുക്കിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് എങ്ങനെയാണ് ഈ ബുക്ക് ഹെൽപ്ഫുൾ ആവുന്നത്? റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി ഏറ്റവും കൂടുതൽ മാർക്കറ്റിൽ ലോസ് ഉണ്ടാക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അവർ ഇൻട്രാഡേ ട്രേഡുകൾ നിരവധി എടുക്കുന്നുണ്ടാവും. ഇൻട്രാഡേ ട്രേഡ് എടുക്കാനുള്ള ഒരേ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ലിവറേജ് കിട്ടുന്നു എന്നുള്ള ഒരു ആസ്പെക്ട് കൊണ്ടാണ്. അതായത് ക്യാഷ് കുറവാണെങ്കിൽ തന്നെ അതിന്റെ 5 times അല്ലെങ്കിൽ 10 times പൊസിഷൻ എടുക്കാം എന്നുള്ള ഒരു കാരണം കൊണ്ടാണ്. ഇതിന് പല ന്യൂനതകളുണ്ട്. ഒരു മണി മാനേജ്മെന്റ് മനസ്സിലാക്കുന്നില്ല, അതുകൊണ്ടാണ് ഇത്ര ലിവറേജ് എടുത്തിട്ട് അവർ ട്രേഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഈ ബുക്കിൽ ഒരു സെഷൻ, ഒരു ചാപ്റ്റർ തന്നെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ മണി മാനേജ്മെന്റ് ആണ്. അത് പ്രാക്ടിക്കൽ സെഷൻ ആയിട്ടും അത് കൊടുക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻവെസ്റ്റർ റെവല്യൂഷന് വേണ്ടി, ഇൻഫോംഡ് ഇൻവെസ്റ്റ്മെന്റ് റെവല്യൂഷന് വേണ്ടി അവർ പ്രിപ്പയർ ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. അതായത് ആദ്യം ഈ മാർക്കറ്റിനെ മനസ്സിലാക്കുക, അതിനുശേഷം ഓഹരികളെ മനസ്സിലാക്കുക, ഈ വിപണിയെ മനസ്സിലാക്കുക. ആ ഒരു ഇൻഫോർമേഷനോട് കൂടി ഇൻഫോംഡ് ഇൻവെസ്റ്റേഴ്സ് ആയിരിക്കും. എന്നിട്ട് അവര് വിത്ത് നോളജ് റെവല്യൂഷൻസ് ആക്കാൻ, അല്ലെ? അതായത് എഡ്യൂക്കേഷനിലൂടെയാണ് വിപ്ലവങ്ങൾ സംഭവിക്കുന്നത്. ആ വിദ്യ എന്ന് പറയുന്നത്, ആ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ഉദ്ദേശം. അതുകൊണ്ടാണ് നമ്മൾ 15 hours ഈവൻ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനും 15 hours ഫ്രീ സെഷൻസ് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് കൂടാതെ അനദർ 15 hours നമ്മളാണെങ്കിൽ അവർക്ക് പ്രാക്ടിക്കൽ ആയിട്ടുള്ള അവരുടെ ഹെൽപ്പും ട്രെയിനിങ് ഹെൽപ്പും നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടി നമ്മൾ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കുന്നുണ്ട്. അതെല്ലാം ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് കൊടുക്കുന്നത്. ഇത്രയും ചെയ്യുമ്പോഴേക്കും ഇൻവെസ്റ്റേഴ്സിന് കുറെയൊക്കെ അറിവ് കിട്ടും, മാർക്കറ്റിനെ പറ്റി, ഓഹരികളെ പറ്റി, അതേപോലെ തന്നെ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാമെന്നുള്ള ഒരു മെത്തഡോളജി. ഈ മെത്തഡോളജി, ഒരു റൂൾ ബേസ്ഡ് ഇൻവെസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം, ഈ സിസ്റ്റം എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ഇതെല്ലാം നമ്മൾ ഇൻവെസ്റ്റേഴ്സിനെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നുണ്ട്. ആ എഡ്യൂക്കേഷനിലൂടെ മുന്നോട്ട് പോകാനാണ് നമ്മൾ ഇൻവെസ്റ്റേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഫോംഡ് ഇൻവെസ്റ്റർ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് റെവല്യൂഷൻ ഉണ്ടാക്കുക എന്നുള്ളത്. ആ റെവല്യൂഷനുള്ള ഒരു സ്പാർക്ക് ആയിരിക്കാം ഒരു പക്ഷേ നമ്മളിവിടെ തുടങ്ങുന്നത്. നല്ലൊരു ചർച്ചയായിരുന്നു ഇത്. നമുക്ക് വൈൻഡപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇൻഫോംഡ് ഇൻവെസ്റ്റർ റെവല്യൂഷൻ എന്ന പുതിയ ഈ ആശയം നല്ലൊരാശയമാണ്. ഈ ഒരു ആശയം നടക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം. ഇന്നത്തെ ചർച്ച എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. പുതിയ ടോപ്പിക്കും അതിന്റെ ചർച്ചയുമായി കാണുന്നത് വരെ നമസ്കാരം.